നമസ്കാരം, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഴംപൊരിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നന്ദി, നമസ്കാരം. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് മൈദ ഒന്ന് വിസ്ക് വെച്ചിട്ട് ചെറിയ ഈ രീതിയിൽ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മൈദ, ഇവിടെ കുറച്ച് പഴം, നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് ഇപ്പം ഈ മൈദയിൽ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈദ എടുത്തു, ഒരു പിഞ്ച് ഉപ്പിട്ടിട്ടുണ്ട്, ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് വിസ്ക് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നേന്ത്രപ്പഴം എൻ്റെ ഒരു ഫ്രണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ടായ അബിതയുടെ വീട്ടിലുണ്ടായ പഴമാണ്. അപ്പം ഞാനത് ഇപ്പോൾ നന്നായിട്ട് അത് പാകമായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്ന് പഴംപൊരി അല്ലെങ്കിൽ പഴംവട എന്നൊക്കെ പറയില്ലേ, അത് ഉണ്ടാക്കാമെന്ന്. ഓൾറെഡി ഞാനിത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്. എങ്കിലും ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന്, ഞാൻ ഉണ്ടാക്കണോണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇവിടെ ഞാനൊരു പാനിൽ, അതായത് ഒരു കടായിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടാവട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അത് കണ്ടില്ലേ, ഇതിൽ മുക്കിയിട്ട് ഞാനിങ്ങനെ ഇടുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു കടായിൽ പറ്റണയിടത്തോളം ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ, എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ മിക്കവർക്കും അറിയണതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കണത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. എൻ്റെ കൂടുതലും എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ജസ്റ്റ് കല്യാണം കഴിഞ്ഞ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ തന്നെയാണ് കൂടുതലും വ്യൂവേഴ്സ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ടും കുക്കറിയിൽ എളുപ്പം ചെയ്യണ കുക്കിങ്ങും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ. ഇങ്ങനെ നമ്മൾ ഈ പഴംപൊരി എന്ന്, ഞങ്ങൾ തൃശ്ശൂർക്കാരൊക്കെ ഇതിന് പറയുക പഴംപൊരി എന്നാണ്. അപ്പോൾ ഓരോ സൈഡിൽ പഴവട അങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊന്നും ആവട്ടെ. ഇപ്പോൾ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്ന നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പം ഞാനതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, മൊബൈൽ ട്രൈപോഡിലല്ല വെച്ച് കാണിക്കണം, ഞാൻ ജസ്റ്റ് കൈ പിടിച്ചിട്ടാട്ടോ കാണിക്കണേ. ഇതായിപ്പോൾ മറ്റേ സൈഡുമായി കണ്ടില്ലേ. അപ്പോൾ രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് നോക്കുക, രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇത്രയും ക്രിസ്പ് ആവണമെന്നില്ലാത്തവർക്ക് ക്രിസ്പ് ആവണ്ട, വേണമെങ്കിൽ ഇതിൽ കുറച്ച് അരിപ്പൊടി ചേർക്കാം. പക്ഷെ ഞാൻ അരിപ്പൊടി ചേർക്കാറില്ല. അരിപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി ക്രിസ്പായിട്ട് കിട്ടും. ഇവിടെ അത്ര വലിയ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ മിക്കവാറും പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അരിപ്പൊടി ചേർക്കും, മൈദയുടെ കൂടെ. ഞാൻ ചേർക്കാറില്ല, ഇവിടെ ഇതാണ് ഇഷ്ടം, അതുകൊണ്ട് കേട്ടോ. അരിപ്പൊടി ചേർത്താൽ കുറച്ചും കൂടി ക്രിസ്പാവും. ഓക്കെ, അപ്പോൾ ഒരു ഇത് കഴിഞ്ഞു. ഇനി ബാക്കിയും കൂടി ഞാൻ ഉണ്ടാക്കട്ടെ, എന്നിട്ട് ലാസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, കടായി എങ്ങനെയാണ് ഇത് ഒന്ന് മയപ്പെടുത്തി എടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ഞാനിത് ജസ്റ്റ് ഒന്ന് ഇതിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ച് തിളപ്പിച്ചു. ഫുൾ കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. ആദ്യം കഴുകി എടുത്തിട്ട് ഇത് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചു. ഒരു 2-3 പ്രാവശ്യം കഞ്ഞിവെള്ളം എടുത്ത് തിളപ്പിച്ചു. പിന്നെ ഇതിൽ മൊത്തം ഒന്ന് എണ്ണ പുരട്ടി വെച്ചു. എന്നിട്ട് 2-3 പ്രാവശ്യം ചൂടാക്കി ഓഫ് ചെയ്യും, ചൂടാക്കി ഓഫ് ചെയ്യും, അങ്ങനെ ചെയ്തു. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് സവാള എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് അങ്ങ് കളഞ്ഞു. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. പിന്നെ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യണോണ്ട് ഇത് വലിയ കുഴപ്പമില്ല. അപ്പം നോൺ സ്റ്റിക്ക് ഞാൻ തൃപ്പൂണിത്തറ വീട്ടിലും ഇവിടെയും ഞാൻ 2 കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയും യൂസ് ചെയ്യാറുണ്ട്, ഇവിടെയും യൂസ് ചെയ്യാറുണ്ട്. നോൺ സ്റ്റിക്ക് ഉണ്ട്, പക്ഷെ വല്ലപ്പോഴേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കാരണം എൻ്റെ എത്ര നോൺ സ്റ്റിക്ക് വാങ്ങിച്ച് മതിയായത് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നോൺ സ്റ്റിക്ക് കുറവാണ്. വല്ലപ്പോഴും ഒരു മൂഡ് തോന്നുമ്പോൾ ഒന്ന് ഉണ്ടാക്കാനെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് പഴംപൊരി ഉണ്ടാക്കേണ്ട മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്. കണ്ടില്ലേ, ഇപ്പോൾ ഇത്രയും ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത്രയുണ്ട്. ഒരു 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ആബിദയുടെ വീട്ടിലുണ്ടായ പഴമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴമാണ്. അപ്പോൾ ആബിദ ഇവിടെ കൊണ്ടുതന്നു എനിക്ക് പഴം. അപ്പോൾ ആബുവിനൊരു താങ്ക്സ് കേട്ടോ. പിന്നെന്താ, വേറെ ഒന്നുമില്ല.
അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബായ്.